ബലാത്സംഗ കേസിൽ പ്രതിയായ കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. രാഹുലിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചാണ് നടപടി. മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. അറസ്റ്റ് തടയുമോ എന്നതിലാവും തീരുമാനമെന്ന സൂചന മറികടന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. കോടതി തീരുമാനം തുറന്ന കോടതിയിൽ അറിയിച്ചത് ഒറ്റവാചകത്തിൽ: പെറ്റീഷൻ ഈസ് ഡിസ്മിസ്ഡ്. ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യമില്ല. അതിജീവിതയെ ആക്ഷേപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ എല്ലാ വാദങ്ങളും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചാണ് നടപടി. ബലാത്സംഗമല്ലെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എന്നുമുള്ള വാദം കോടതിയിൽ സ്ഥാപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തലിന് കഴിഞ്ഞില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് പരാതിക്കാരി ഗർഭഛിദ്രം നടത്തിയെന്ന വാദത്തിൽ നിന്നും പ്രതിഭാഗം അഭിഭാഷകൻ പിന്നോട്ടുപോയി. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഗർഭഛിദ്രമെന്ന് കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ഉഭയസമ്മതപ്രകാരമല്ല ഗർഭഛിദ്രമെന്നും നിർബന്ധിത ഗർഭഛിദ്രമാണ് സംഭവിച്ചതെന്നും പ്രോസിക്യൂഷൻ. ഇതിനാധാരമായി SIT ഹാജരാക്കിയ സാക്ഷിമൊഴികളും മെഡിക്കൽ രേഖകളും കോടതി മുഖവിലക്കെടുത്തു. CPIM BJP രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിലെന്ന വാദവും കോടതി തള്ളി. സമാന സ്വഭാവമുള്ള ബലാത്സംഗ കേസ് സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതെന്നും രാഷ്ട്രീയ ഗൂഢാലോചനാവാദം നിലനിൽക്കില്ലെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദത്തിനും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അംഗീകാരം. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും. നാളെ പരിഗണിക്കത്തക്ക വിധം മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യാനാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അഭിഭാഷകന്റെ ശ്രമം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.